അതുപോലെ നമുക്കൊരു ചെറിയൊരു ഓട്ടമുണ്ട്. നമ്മൾ കുളിച്ചില്ലെങ്കിലും വണ്ടി നമ്മൾ കുളിപ്പിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ എന്നും പറയുന്ന പോലെ അരമണിക്കൂർ മുന്നേ വണ്ടി കൊടുത്തു. അങ്ങനെ സേഫായിട്ട് മറ്റു വണ്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പാർക്ക് ചെയ്തിരിക്കുമ്പോഴാണ് ദാണ്ട് ഈ കാഴ്ച കണ്ടത്. ചെറുക്കൻ്റെ കൂട്ടുകാരെല്ലാം ഒരേ ഡ്രസ്സിൽ വണ്ടി അലങ്കരിക്കുകയാണ് ചെറുക്കന് പോകാൻ വേണ്ടി. അങ്ങനെ വണ്ടിയെല്ലാം അലങ്കരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ബോറടിച്ചപ്പോൾ വണ്ടിക്കകത്ത് പോയി നേരെ ഒന്ന് മയങ്ങി എല്ലാം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ വന്ന് കയറാൻ തുടങ്ങി. കയറിയപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുക്കൻ ഇറങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ആദ്യത്തെ ട്രിപ്പ് കാണുമെന്ന് പറഞ്ഞു. നേരെ നമ്മൾ മാലുമ്മൽ ക്ഷേത്രം എന്ന് പറയും, അവിടെയാണ് പോകുന്ന, കരുനാഗപ്പള്ളിയിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ മാലുമ്മൽ ക്ഷേത്രത്തിൽ നമ്മൾ ആൾക്കാരെ എല്ലാം കൊണ്ടുവിട്ട് ഒരു 3 ട്രിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്ത് നമ്മൾ നേരെ ഇനി ആഹാരം കഴിക്കാൻ വേണ്ടി പോവുക. ഡ്രൈവർമാർ ആദ്യത്തെ പന്തിയിൽ കയറിയിരിക്കും, ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കാൻ സമയം കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ വന്നപ്പോഴാണ്, ഇതാണ് അമ്പലത്തിനകമെന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇത് വിശാലമായ ഒരു അമ്പലമാണ്. പിന്നെ അതുപോലെ തന്നെ കല്യാണമൊക്കെ നടത്തുന്നവർക്ക് നല്ല രീതിയിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എത്ര വണ്ടി വന്നാലും എവിടെ വേണേലും വിടാം. ഇന്നിപ്പം കാറുകൾ കൂടുതലാണ്. അതായത് ചെറുക്കൻ്റെ വണ്ടി നോക്കുക, ചെറുക്കൻ്റെ വണ്ടി സ്വന്തം വണ്ടി തന്നെയാണ്. അങ്ങനെ ഈ ട്രിപ്പുള്ള അവസരങ്ങളിൽ നമുക്ക് ഈ പെണ്ണിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ട്രിപ്പ് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെ 2:30 മണി വരെ നമ്മളവിടെ നിന്നു. പെണ്ണ് ഇറങ്ങുന്ന നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അവസാന ട്രിപ്പ് നമ്മൾ എടുക്കും.